അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഇത് ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ്. ചരിത്രത്തിൽ രക്തപങ്കിലമായ ഒരു അധ്യായം, ധീരരക്തസാക്ഷിയുടെ കഥ. പ്രതാപം തുളുമ്പുന്ന യുവത്വവും ഗാംഭീര്യം കലർന്ന പ്രസന്നതയും നിർഭയത്വം നിറഞ്ഞ ധൈര്യവും ദാരിദ്ര്യം ഭയപ്പെടാത്ത ദാനശീലവും. ഇത് ഒത്തിണങ്ങിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. തുല്യതയില്ലാത്ത ദൈവഭക്തിയും വിനയവും വിശ്വസ്തതയും സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജഅഫറിനോട് ഇങ്ങനെ പറഞ്ഞു: രൂപത്തിലും സ്വഭാവത്തിലും നീ എന്നോട് സാദൃശ്യമുള്ളവനാണ്. അതിധർമ്മിഷ്ഠനായ അദ്ദേഹത്തെ അബുൽ മസാക്കീൻ അഥവാ അഗതികളുടെ പിതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിരുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ജഅഫറിനെ സ്വർഗത്തിൽ കാണുകയുണ്ടായി. രക്തം പുരണ്ട 2 ചിറകുകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവയുടെ അഗ്രങ്ങൾ വർണ്ണപ്പകിട്ടാർന്നവയായിരുന്നു. ദുൽജനാഹൈനി, അതായത് 2 ചിറകുള്ള ആള്, ത്വായിറുൽ ജന്ന, സ്വർഗത്തിലെ പക്ഷി എന്നിങ്ങനെയുള്ള ഓമന പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയിരുന്നു. 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത സഹോദരനായിരുന്നു ജഅഫർ റളിയല്ലാഹു അൻഹു. അവർ തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. തൻ്റെ ഭാര്യ അസ്മാ ബിന്ത് ഉമൈസുമൊത്ത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിലെ 32ാമത്തെ മെമ്പറായിരുന്നു. ഇസ്ലാമിന് വേണ്ടി ത്യാഗമനുസരിച്ച പൂർവിക സ്വഹാബികളിൽ അഗ്രഗണ്യ സ്ഥാനത്തായിരുന്നു അദ്ദേഹത്തിനും പത്നിക്കും ഉണ്ടായിരുന്നത്. അബിഷയിലേക്ക് അഥവാ അബസീനിയയിലേക്ക് ഹിജ്റ പോവുകയും അവിടെ വെച്ച് ആ ദമ്പതിമാർക്ക് മുഹമ്മദ്, അബ്ദുള്ള, ഔഫ് എന്നിങ്ങനെ 3 കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു. അതിബുദ്ധിമാനും വാക്സാമർത്ഥ്യമുള്ളവനുമായിരുന്നു ജഅഫർ റളിയല്ലാഹു അൻഹു. അബിഷയിലെ ഭരണാധികാരിയായ നജാഷി ചക്രവർത്തിയുടെ മുന്നിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. മക്കയിലെ ശത്രുക്കളായ ഖുറൈശികൾക്ക് മുസ്ലിങ്ങളുടെ അബസീനിയയിലേക്കുള്ള പലായനം അസഹ്യത സൃഷ്ടിച്ചു. തങ്ങളുടെ പിടിയിൽ നിന്ന് കുതിരിച്ചാടിയ അവർ അങ്ങ് വിദൂര ദിക്കിൽ അവരുടെ പുതിയ മതത്തിൻ്റെ പേരും ചൂരും പരത്തുകയും നാട്ടിന് അപമാനം വരുത്തി വയ്ക്കുകയും ചെയ്തേക്കുമോ എന്ന ഭയമുണ്ടായി. അവർ അബസീനിയയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാനുള്ള കുതന്ത്രങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു.
അതിനുവേണ്ടി അവിടുത്തെ ഭരണാധികാരിയെ വശത്താക്കാനും അദ്ദേഹത്തിൻ്റെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റി മുസ്ലിം അഭയാർത്ഥികളെ പുറന്തള്ളിക്കുന്നതിനും ഉചിതമായ യുക്തികൾ പ്രയോഗിക്കാൻ സമർത്ഥനായ അമ്രുബിനുൽ ആസിയെയും അബ്ദുല്ലാഹിബിനു അബി റബിയത്തിനെയും ഖുറൈശികൾ അബസീനിയയിലേക്ക് പറഞ്ഞയച്ചു. വിലപിടിച്ച ഒരുപാട് സമ്മാനങ്ങൾ അവർ കൊണ്ടുപോവുകയും ചെയ്തു. അന്നത്തെ അബശീനിയൻ ചക്രവർത്തി നീതിമാനും ഇസ്ലാമിനോട് അനുഭാവമുള്ള ആളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെ അങ്ങോട്ട് അയക്കാൻ തന്നെ കാരണം അതായിരുന്നു. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയുമുണ്ടായി. ഖുറൈശി നിവേദക സംഘത്തിൻ്റെ ദൗത്യം വിജയിക്കുമോ എന്ന് അവർക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. അത് കാരണം അവർ ആദ്യമായി അവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കാണാനും അവരെ പ്രീണിപ്പിക്കാനും അവരുടെ ശുപാർശയുടെ തണലിൽ കാര്യം നേടിയെടുക്കാനുമാണ് തീരുമാനിച്ചത്. അവർ പുരോഹിത നേതാക്കൾക്ക് വിലപിടിച്ച പാരിതോഷികങ്ങൾ നൽകി ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുറിച്ച് പുരോഹിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് വശീകരിക്കുകയും അവർ മുഖേന ചക്രവർത്തിയുമായി ഒരു സംഭാഷണത്തിന് സന്ദർഭമൊരുക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് അനുവദിച്ചു കിട്ടിയ സമയമായി. നജാഷിയുടെ കൊട്ടാരത്തിൽ മതപുരോഹിതന്മാരും ഭരണ നേതാക്കളും നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലെ ഖുറൈശി പ്രതിനിധികൾ വന്നു. വിശാലമായ ഹാളിൽ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം അഭയാർത്ഥികളും ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്രുബിനുൽ ആസി ഇങ്ങനെ തുടങ്ങി: വന്ദ്യരായ രാജാവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചില കഥയില്ലാത്ത മനുഷ്യർ ഇവിടെ അഭയം തേടിയിരിക്കുന്നു. അവർ അവരുടെ പൂർവിക മതം സ്വീകരിച്ചിട്ടുമില്ല. നമുക്ക് അപരിചിതമായ ഒരു പുതിയ കള്ളമതമാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. അവരെ സ്വദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ഉറ്റവരും ഉടയവരുമായ ഞങ്ങളുടെ നാട്ടിലെ പ്രമാണിമാർ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. അതിന് അങ്ങയുടെ സമ്മതവും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് കേട്ട അഭയാർത്ഥികളോട് ചക്രവർത്തി ചോദിച്ചു, നിങ്ങൾ അവലംബിച്ച പുതിയ മതം ഏതാണ്? അവരിൽ നിന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു മാത്രം എഴുന്നേറ്റ് നിന്നു. തങ്ങൾക്ക് സംരക്ഷണം നൽകിയ ചക്രവർത്തിയുടെ മുഖത്തേക്ക് സ്നേഹമസൃണമായി നോക്കിക്കൊണ്ട് അദ്ദേഹം വിശദീകരണം ആരംഭിച്ചു. മഹാനായ രാജാവേ, ഞങ്ങൾ ബിംബാരാധകരും ശവന്തീനികളും ദുർനടപ്പുകാരുമായ വിവരമില്ലാത്തവരായിരുന്നു. കുടുംബ ബന്ധം ഞങ്ങൾ മാനിച്ചിരുന്നില്ല. അയൽവാസികളെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു. അങ്ങനെ അള്ളാഹു ഞങ്ങളിൽ ഒരു പ്രവാചകനെ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ തറവാടിത്തവും സത്യസന്ധതയും വിശ്വസ്തയും ഞങ്ങളിൽ സുസമ്മതമായിരുന്നു. ഏകദൈവത്തെ മാത്രം ആരാധിക്കുകയും പരമ്പരാഗതമായി ആരാധിച്ചു വന്ന വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഉപേക്ഷിക്കാനും അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിച്ചു. സത്യം മാത്രം പറയാനും കരാറുകൾ പാലിക്കാനും കുടുംബബന്ധം മാനിക്കാനും അയൽവാസിയെ സ്നേഹിക്കാനും അക്രമങ്ങളിൽ നിന്നും മറ്റു നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുമാണ് അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചത്. കള്ളസത്യം ചെയ്യുന്നതും അനാഥകളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നതും നിരപരാധികളായ സ്ത്രീകളെ പഴിപറയുന്നതും കഠിന അപരാധങ്ങളാണെന്നും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. ഇവയെല്ലാം ഞങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹത്തെ വിശ്വസിച്ച് പിന്തുടരുകയും ചെയ്തു. ഇത് കാരണം ഞങ്ങളുടെ നാട്ടുകാർ ഒരുപാട് ദ്രോഹിച്ചു. ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് മടങ്ങാൻ അവർ ഞങ്ങളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു, അസഹ്യമായി മർദ്ദിക്കുന്നു. യാതന സഹിക്കവയ്യാതെയാണ് ഞങ്ങളിവിടെ വന്നത്. നിങ്ങളുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല എന്ന പ്രതീക്ഷയോടെ. ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ അത്യുജ്വലമായ ഈ വിശദീകരണം കേട്ട രാജാവ് ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകന് അവതീർണമായ വല്ല ദൈവിക സൂക്തങ്ങളും നിങ്ങൾക്കറിയാമോ? ജഅഫർ പറഞ്ഞു, അറിയാം. ചക്രവർത്തി അത് കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ജഅഫർ വശ്യമായ ശബ്ദമാധുരിയിൽ ഭയഭക്തിയോടെ മറിയം സൂറത്തിലെ ചില സൂക്തങ്ങൾ ഓതി കേൾപ്പിച്ചു. ഖുർആനിൻ്റെ മാസ്മര ശക്തി ചക്രവർത്തിയെ പിടികൂടി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഖുറൈശി പ്രതിനിധികളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് തന്നെയാണ് യേശുവും ജനങ്ങളെ ഓതി കേൾപ്പിച്ചിരുന്നത്. ഒരേ ഉറവയിൽ നിന്നാണ് ഇവയുടെ ഉത്ഭവം. നിങ്ങൾക്ക് പോകാം. ഈ അഭയാർത്ഥികളെ ഞാൻ ഒരിക്കലും വിട്ടുതരില്ല. നിരാശരായ നിവേദക സംഘം തൽക്കാലം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പുതിയൊരു കുതന്ത്രം അവർ നെയ്തെടുത്തു. ക്രിസ്ത്യാനിയായ ചക്രവർത്തിയെ മുസ്ലിങ്ങൾക്കെതിരെ അരിശം പിടിപ്പിക്കാനുള്ള ഒരു മാർഗമായിരുന്നു അത്.
അടുത്ത ദിവസം നജാഷിയുടെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തോട് അവർ പറഞ്ഞു, മഹാരാജാവെ, അങ്ങയുടെ പ്രവാചകനായ യേശുവിനെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം പിഴച്ചതും അബദ്ധജടിലവുമാണ്. യേശു നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണെന്നാണ് മുഹമ്മദും അനുയായികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ചക്രവർത്തി വീണ്ടും മുസ്ലിം അഭയാർത്ഥികളെ വിളിപ്പിച്ചു ജാഫറിനോട് യേശുവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ജാഫർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകന് ആവശ്യവുമായ ദിവ്യജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. അതായത് ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാകുന്നു. കന്യകയായ മറിയമിന് അള്ളാഹു നൽകിയ പരിശുദ്ധാത്മാവും അവൻ്റെ വചനവുമാകുന്നു. ഇത് കേട്ട ചക്രവർത്തി മുസ്ലിങ്ങളോട് പറഞ്ഞു, അതാണ് സത്യം. നിങ്ങൾ പോകൂ. നിങ്ങൾ എൻ്റെ രാജ്യത്ത് നിർഭയരും സ്വതന്ത്രനുമാകുന്നു. നിങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഖുറൈശി പ്രതിനിധികളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഒരു സമ്മാനവും ഇവിടെ ആവശ്യമില്ല. എല്ലാം എടുത്തുകൊണ്ട് ഇപ്പം തന്നെ പോയിക്കൊള്ളണം. ഈ ഭരണാധികാരം ദൈവം എനിക്ക് നൽകിയപ്പോൾ എൻ്റെ പക്കൽ നിന്ന് ഒരു കൈക്കൂലിയും അവൻ വാങ്ങിയിട്ടില്ല. അങ്ങനെ ഖുറൈശി പ്രമുഖരായ രണ്ടുപേരും വളരെ സങ്കടത്തോടെ ഇളിഭ്യരായി നാട്ടിലേക്ക് മടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും ഖൈബർ വിജയത്തിൻ്റെ ആഹ്ലാദത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും അബസീനിയയിൽ നിന്ന് മടങ്ങിയെത്തിയത്. സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈബറിലെ വിജയമോ ജഅഫറിൻ്റെ വരവോ ഏതാണ് എനിക്ക് കൂടുതൽ സന്തോഷദായകമെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ബദറിലും ഉഹദിലും മറ്റ് രണാങ്കണങ്ങളിലും വരിച്ച യാതന നിറഞ്ഞ ത്യാഗത്തിൻ്റെ കഥകൾ ഓരോന്നോരോന്നായി ജഅഫർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്നേഹിതന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞു. ഇസ്ലാമിന് വേണ്ടി അത്തരം സുവർണ അവസരങ്ങൾ തനിക്ക് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം കണ്ണീരൊഴുക്കി തനിക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യം വീണ്ടെടുക്കാൻ അവസരം കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ആ മഹാൻ ചെയ്തത് മുസ്ലിങ്ങൾ മുമ്പൊരിക്കലും നേരിട്ടില്ലാത്ത അത്രയും വലിയതായിരുന്നു. മൂത്തയിലെ ശത്രു സൈന്യം താൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന സുവർണാവസരം ഇത് തന്നെയാണെന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു ഉറപ്പിക്കുകയാണ്. മൂത്തയിലെ 3 നായകരിൽ ഒരാളായിരുന്നല്ലോ ജഅഫർ റളിയല്ലാഹു അൻഹു. ഒന്നുകിൽ തൻ്റെ കൈയാൽ മുസ്ലിം സൈന്യത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഴി അനശ്വരമായ സ്വർഗലോകം. രണ്ടിലൊന്നിനു വേണ്ടി ജഅഫർ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ ജീവൻ മറന്നു പൊരുതി. സയ്യിദ് ബിൻ ഹാരിസയുടെ കയ്യിൽ നിന്ന് ഇസ്ലാമിൻ്റെ പതാക താഴെ വീഴുന്നതിന് മുമ്പ് ജഅഫർ റളിയല്ലാഹു അൻഹു അത് കൈവശപ്പെടുത്തി. അനന്തരം ജഅഫറിൻ്റെ ഖഡ്ഗം മിന്നൽ പിണർ പോലെ രണാങ്കണത്തിൽ ചലിച്ചു കൊണ്ടിരുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ മനക്കണ്ണാടിയിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഷഹീദായി മരിക്കുക. തൻ്റെ കുതിരയുടെ ചുറ്റും റോമാ സൈന്യം ഒരു വലയം തന്നെ സൃഷ്ടിച്ചു. അതിൻ്റെ വഴി തടയപ്പെട്ടു. ജഅഫർ റളിയല്ലാഹു അൻഹു കുതിരയെ ഉപേക്ഷിച്ചു താഴെ ഇറങ്ങി നിലത്ത് നിന്ന് പൊരുതുകയാണ്. അതിനിടയിൽ ഒരു ശത്രുപടൻ തൻ്റെ പ്രിയപ്പെട്ട കുതിരപ്പുറത്ത് ചാടിക്കയറുന്നത് ജഅഫർ റളിയല്ലാഹു അൻഹു കാണുന്നു. താൻ ഉപയോഗിച്ച തൻ്റെ കുതിരയെ ശത്രു ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് അസഹ്യതയും വേദനയും ഉണ്ടാക്കി. അദ്ദേഹം ആ കുതിരയെ തൻ്റെ കൈയാൽ തന്നെ വെട്ടിക്കൊന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ വളയപ്പെട്ടു. പഴുതില്ലാതെ ഗതിമുട്ടി. വലത് കൈ മുറിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ പതാക അദ്ദേഹം ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. ഇടത് കൈയും മുറിക്കപ്പെട്ടപ്പോൾ തൻ്റെ ശരീരം മണ്ണിൽ പതിക്കുന്നത് വരെ ആ പതാകയിൽ പൊടി പുരളാൻ അദ്ദേഹം അനുവദിച്ചില്ല എന്ന വാശിയോടെ ഇരു കരങ്ങളും നഷ്ടപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു അത് ചുമലിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിലംപതിച്ചത്. ജഅഫറിൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്നിരുന്ന പതാക അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു എടുത്തപ്പോഴും അത് നിലത്ത് വീഴാതെ കിടന്നിരുന്നത്. ജഅഫറിന് അന്ന് 41 വയസ്സ് മാത്രം പ്രായമായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മൂത്ത യുദ്ധത്തിൽ ഞാൻ ജഅഫറിൻ്റെ കൂടെയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജഡത്തിൽ വെട്ടുകളും കുത്തുകളുമായി 90-ലധികം മുറിവുകളുണ്ടായിരുന്നു. അള്ളാഹു ജഅഫർ ബിൻ അബി താലിബിനെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ദറജകൾ സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.